ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഡോണട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഈ ഡോണട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ആദ്യം പാല് ചൂടാക്കിയെടുക്കാം. അതിന് വേണ്ടി 1/2 കപ്പ് പാൽ, 50 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ എന്നിവ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാൽ ഒരുപാട് തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി ഈ ചൂടായ പാലിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് 10 മിനിറ്റ് വെക്കാം. ഇനി ഒരു ബൗൾ എടുത്ത് ഇതിലേക്ക് 2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 മുട്ട ബീറ്റ് ചെയ്തത് എന്നിവ ചേർക്കാം. ഇനി ഈ പാൽ മിശ്രിതവും കൂടി ചേർത്ത് ഇതിനെ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. ആവശ്യമെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത വിധം വരുന്നത് വരെ ഇതിനെ നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ കുറച്ച് എണ്ണ തടവി ഒരു വെറ്റ് ക്ലോത്ത് കൊണ്ട് കവർ ചെയ്ത് ഒരു 2 മണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. ഈ മാവ് നല്ല ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വീണ്ടും ഒന്നുകൂടി കുഴച്ചെടുക്കാം. ഇതിൽ നിന്ന് പകുതി എടുത്ത് നമുക്ക് 1/2 ഇഞ്ച് കനത്തിൽ പരത്തിയെടുക്കാം. ഇതുപോലെ എന്തെങ്കിലും ഒരു പാത്രമോ ഗ്ലാസ്സോ ഉപയോഗിച്ച് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാം. ഇനി ഇതുപോലെ എന്തെങ്കിലും വെച്ച് ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് അത് വെച്ച് ചെയ്താൽ മതി. മുഴുവൻ മാവും ഇങ്ങനെ പരത്തിയെടുക്കാം. ഇനി ഇതിനെ ഒരു ബട്ടർ പേപ്പറിൽ വെച്ച് വീണ്ടും 1/2 മണിക്കൂർ വെക്കാം. ഇനി നമുക്ക് ഒരു ചോക്ലേറ്റ് സോസ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 150 ഗ്രാം മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്യാം. ഇതിലേക്ക് 20 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് ഇതിനെ ഇളക്കിയെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. 1
എണ്ണ നല്ലവണ്ണം ഒന്ന് ചൂടായി വന്നാൽ ഫ്ലെയിം കുറച്ച് നമുക്ക് ഈ ഡോണറ്റിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് 20 ഡോണറ്റ് വരെ തയ്യാറാക്കിയെടുക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച ചോക്ലേറ്റ് സോസ് ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഓരോ ഡോണറ്റും ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് പൊടിച്ചത് കൂടി ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.